റിപ്പോർട്ട് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മന്ത്രി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തയാൾ കുറ്റവാളിയാണെന്ന് ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കറുത്ത മാർക്കുള്ള ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ എന്നും വിമർശനമുണ്ട്. കേൾക്കാം. ഒരു കാര്യം ഗൗരവമുള്ള കാര്യമാണ്. ആവർത്തിച്ച് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയാത്തൊരു പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് RSS അടക്കന്മാരെ പോയി കാണുന്നു. ആ ഉദ്യോഗസ്ഥന് ഒരു മന്ത്രി ഫോൺ ചെയ്താൽ പോലും അറ്റൻഡ് ചെയ്യാൻ നേരെയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ പൂരം പോലൊരു വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ രംഗത്ത് ചുമതല വഹിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആ ചുമതലയെ ഫലപ്രദമായി നിർവഹിക്കാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു കറുത്ത മാർക്കുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ മേൽ. അത് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും നാവുണ്ട്, ആ നിലപാടുണ്ട്, അതിൽ മാറ്റമില്ല. മന്ത്രി വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കാനാകാത്ത ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും കുറ്റവാളിയാണ്, വീഴ്ച വരുത്തിയ ആളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ ഒരു ഉദ്യോഗസ്ഥന് അതിൻ്റേതായിട്ടുള്ള കറുത്ത പുള്ളി ഉണ്ടായിരിക്കും. അതെല്ലാം CPI നിലപാടാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കില്ല. CPI സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തെ വിമർശിക്കുന്നതിന് വിലക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിമർശനം വിലക്കി എന്ന് പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. ചർച്ചയും വിമർശനവും ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദ്രവിച്ചു പോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ചർച്ച വേണം, വിമർശനങ്ങളും വേണം. ചർച്ചയില്ലെങ്കിൽ, വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദ്രവിച്ചു പോകും. താങ്കൾ ചർച്ച വിലക്കിയെന്നൊക്കെ ചില മാധ്യമങ്ങൾ പച്ചക്കള്ളമാണല്ലോ. ചർച്ചയെ പ്രോത്സാഹിപ്പിച്ച സെക്രട്ടറിയാണ് ഞാൻ. ഇനിയും പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ചർച്ചയുടെ പേരിൽ വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല. വിഭാഗീയത വേറെ, ചർച്ച വേറെ. എല്ലാ സമ്മേളനങ്ങളിലും ഞങ്ങൾ തന്നെ പറഞ്ഞു ചർച്ചകൾ വേണം, വിമർശനങ്ങൾ വേണം, ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എല്ലാ ചർച്ചകളും വിമർശനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ദുർബലപ്പെടുത്താൻ വേണ്ടിയല്ല. ശബരിമല യുവതീ പ്രവേശന കാര്യത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് പഠിക്കേണ്ട പാഠങ്ങൾ എല്ലാവരും പഠിക്കുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അതും കേൾക്കാം. യുവതീ പ്രവേശന കാര്യത്തിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട പാഠങ്ങളൊക്കെ എല്ലാവരും പഠിക്കും. കുറേ പേർക്കെതിരെ കേസെടുത്തതൊക്കെ പിൻവലിക്കണമെന്ന ആവശ്യം. പാഠം എല്ലാവരും പഠിക്കുന്ന പറഞ്ഞാൽ ഉത്തരവുണ്ട് അതിനകത്ത്. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ADGP MR അജിത് കുമാറിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും രൂക്ഷമായ ഒരു വിമർശനം, വ്യക്തമായി ഒരു വിമർശനം ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. അയാൾ മന്ത്രി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തയാൾ ഒരു കുറ്റവാളിയാണ് എന്ന് പോലും പറയുന്നുണ്ട് ബിനോയ് വിശ്വം. റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അരുൺ പറഞ്ഞതുപോലെ CPIയുടെ ഭാഗത്ത് നിന്ന് പലതവണ MR അജിത് കുമാറിനെതിരായ നിലപാടുകളുണ്ടെങ്കിലും ഇത്ര അതിരൂക്ഷ വിമർശനങ്ങൾ അതിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിക്കുന്നത് ആദ്യമായാണ്. അതിനൊരു കാരണം MR അജിത് കുമാറിനെതിരായി മുൻ DGP ഷൈഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ നടപടിയെടുക്കണം എന്ന് ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശ തിരിച്ച് ഇപ്പോഴത്തെ DGP രമല ചന്ദ്രശേഖറിന് തിരിച്ചയക്കുന്ന ഒരു നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതോടുകൂടി ഈ വിഷയത്തിൽ CPIക്ക് വലിയ എതിർപ്പും അമർഷവുമുണ്ട്. അതുകൂടി പ്രകടിപ്പിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം മന്ത്രി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തയാൾ കുറ്റവാളിയാണ്, കറുത്ത പുള്ളികൾ എന്നും നിലനിൽക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് പാർട്ടി നിലപാടാണ്. ആ പാർട്ടി നിലപാടിൽ എന്ത് സംഭവിച്ചാലും വെള്ളം ചേർക്കില്ല എന്നും ബിനോയ് വിശ്വം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായും സംസ്ഥാന സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഉയരാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തിട്ടാണ് പാർട്ടി നിലപാട് വെട്ടിത്തുറന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. മറ്റൊരു കാര്യം, യുവതീ പ്രവേശന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴുള്ള നീക്കങ്ങളോട്, അതായത് നിലവിൽ യുവതീ പ്രവേശന നിലപാടിന് അനുകൂലമായിരുന്ന LDFന്റെയും CPMന്റെയും ഒക്കെ നിലപാടിൽ മാറ്റം വരുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിനാണ് പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും പഠിക്കും എന്ന ഒരു കാര്യം അദ്ദേഹം 2-3 തവണ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ആ ഉത്തരം നൽകിയത്. മറ്റൊന്ന്, സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനങ്ങൾ വിലക്കി എന്ന് പ്രചരണം നടത്തുന്നത് തെറ്റാണ്. വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടാകണം, എങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകൂ എന്ന നിലപാട് കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ട്. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.